ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മുടെ സീസൺ 7 ഡേ 28 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സദാചാരം, ആൾക്കൂട്ട വിചാരണ, ഒരുമാതിരി എന്താ പറയുക, നമുക്കാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ടൊരു അയ്യേ എന്ന് തോന്നുന്നൊരു ഒരു എപ്പിസോഡ്. അനുമോൾ ഇത്രയ്ക്ക് തരം താഴ്ന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തരം താഴ്ന്ന കളി. അതിൻ്റെ കൂട്ടത്തിൽ പുതുതായിട്ട് വന്ന വൈൽഡ് കാർഡ് ജിഷീന. ഈ ഷോയുടെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ഭയങ്കര താഴത്തേക്ക് കൊണ്ടുപോകുന്നുള്ള ആക്റ്റുകളാണ് ടീം മെമ്പേഴ്സിൻ്റെ എന്നുള്ളത്. സോ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പം നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷാനവാസും പുതുതായിട്ട് വന്ന ലക്ഷ്മിയും തമ്മിലുള്ള ഒരു അടി കാണിച്ചതുകൊണ്ടാണ്. അവർ രാവിലെ പുള്ളിക്കാരിക്ക് നേരത്തെ ഫുഡ് വേണമെന്ന് പറഞ്ഞു വന്ന്, അപ്പോൾ ഷാനവാസുമായിട്ട് അത് പറഞ്ഞ് ഒന്ന് രണ്ട് പറഞ്ഞ് കച്ചറയാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്താ ഷാനവാസ് ലക്ഷ്മിനെ എടീന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു ഒരു ഇത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് അത് കഴിഞ്ഞിട്ട് മറ്റേ ആ സമയത്ത് മസ്താനി എന്തോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആപ്പിള എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവർ കൊടുക്കാൻ വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഇവരെടുത്തുകൊണ്ട് പോകുമ്പോൾ അന്നേരം മസ്താനി പറയും, ഞാൻ മാത്രമല്ല അവിടെ പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പാനു വന്നെടുക്കാൻ വരുന്നു. പാനുവിനോട് ചോദിക്കാതെ പാനു പറഞ്ഞു, ഞാൻ എല്ലാവരും കാണിക്കുകയാണല്ലോ എടുത്തുകൊണ്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഫുഡാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അനുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാ ഭക്ഷണസാധനം തട്ടിപ്പറിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിടെ ഒരു ഇത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മളെ ഒരു പാട്ടിടുന്നുണ്ട്. പാട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ രമ്യ നമ്പീശനും ജസ്റ്റിൻ വർഗീസ് നമ്മുടെ പൂപ്പാട്ടൊക്കെ ചെയ്ത അവർ രണ്ടുപേരാണല്ലോ. അപ്പോൾ അവർ വരുന്നു. അപ്പോൾ അകത്ത് വന്നിട്ട് ആ പൂക്കളത്തെ പറ്റിയൊക്കെ രമ്യ നമ്പീശൻ പറയുന്നു. പിന്നെ പാട്ട് പാടുന്നുണ്ട്. ഒന്നിലൊക്കെ ആണെങ്കിൽ ലെമൺ ജ്യൂസൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. സ്വന്തം ബാല്യത്തിലെ ഓണത്തിൻ്റെ ഓർമ്മയെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി 1 മിനിറ്റ്, എല്ലാവർക്കും ഓരോ മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിൽ എല്ലാവരും വന്ന് കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റെനയ്ക്കാണ് സമ്മാനം കിട്ടിയത്. പിന്നെ അതിഥികൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ അനുമോളും അപ്പാനിയും എല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ പറഞ്ഞത്, എന്നെ കിച്ചണിൽ നിന്ന് അവർ പുറത്താക്കി, ക്യാപ്റ്റൻ പുറത്താക്കി എന്നൊക്കെ അനുമോൾ ഇത് പറയുന്നുണ്ട്. അതായത് പുതിയ കിച്ചൺ ടീം മോശമാണെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി അവിടെ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ടീമിനെ തിരഞ്ഞെടുക്കുന്നതാണ്. കിച്ചൺ ടീമിൽ ലക്ഷ്മി, അനു, ജിഷിന്, പ്രവീൺ ഇവരൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെസലിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മസ്താനിയാണ്. ഫ്ലോറിലെ ക്യാപ്റ്റൻ അനീഷ്, ബാത്റൂമിൽ ശൈത്യാവനയിലെ ജിസേൽ, റേന ഇവരൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനും അപ്പാനിയും ശൈത്യയും കൂടാണെന്നുണ്ടെങ്കിൽ അനുമോൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ ഓരോത് പറയുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനും ജിസയിലും കൂടെ ഇരുന്ന് ലക്ഷ്മിയെ പറ്റി പറയുന്നുണ്ട്. അതായത് പുതിയ വന്ന വൈൽഡ് കാർഡ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മിയെ പറ്റി പറയുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പുള്ളിക്കാരി, പക്ഷേ എന്താവുമെന്ന് അറിയത്തില്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ജിഷിനാണെങ്കിൽ പൊട്ടനാണെന്നൊക്കെ ആരും പറയുന്നുണ്ട്. മസ്താനിയാണെങ്കിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത് പണിപ്പുര ടാസ്ക്കാണ്. അപ്പോൾ ഈ പുതുതായിട്ട് വന്ന മെമ്പേഴ്സ് കണ്ടസ്റ്റൻസിന് വൈൽഡ് കാർഡ്സിന് പണിപ്പുര ടാസ്ക് ഉണ്ട്. അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് 5 ഡേറ്റ് പണിപ്പുരയിൽ കയറാം, 10 സെക്കൻഡ് വീതം. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വരാം. അതിൻ്റെ കൂട്ടത്തിൽ ബോംബുകളുണ്ടാവും, അതായത് ബിഗ്, സ്മോൾ, മീഡിയം ബോംബുകളുണ്ടാവും. അപ്പോൾ ഓരോ ബോംബിനും ഓരോ പണിയായിരിക്കും. അപ്പം അതിൻ്റെ പനപ്പുരയുടെ ടാസ്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 5 പേരും കൂടെ അത് കയറിയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് പ്രോപ്പർട്ടീസ് ബോംബിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം അവർ പറിച്ചെടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ പുറത്തിറങ്ങി വരുമ്പം സാവുമാൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ഈ ബോംബ് എന്തിൻ്റെ എടുക്കുന്നത്, നമ്മുടെ ഡ്രസ്സ് എടുത്താൽ പോരെ എന്നൊക്കെ സാവുമാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ലക്ഷ്മി എന്തിനാണ് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് വന്നത്, പാക്കറ്റിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആര്യനാണ് അവിടെ നിന്ന് കളിയാകുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ പ്രവീണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ദേഷ്യപ്പെടുന്നുണ്ട്. എല്ലാവരോടും പിന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇവർ മറ്റേ ഇങ്ങനെ ഈ ഓരോ പാക്കേജിൻ്റെ മുകളിലും ഇങ്ങനെ ബോംബിൻ്റെ പടമുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുന്നത് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് വലിയ ബോംബിൻ്റെ ആയിരുന്നു. അപ്പോൾ വലിയ ബോംബിൻ്റെ പണി എന്ന് പറയുന്നത് പിന്നീട് തരുന്നതായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആര്യനും പ്രവീണും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആര്യനെ കളിയാക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ ചൊല്ലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രവീണാണെങ്കിൽ ആര്യന് പാവാടവള്ളി എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മസ്താനി കയറി വരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഇതിൻ്റെ കേസ് പറഞ്ഞിട്ട് ആര്യനുമായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ റേന കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയാണെങ്കിൽ വന്നിട്ട് പുള്ളിക്കാരിക്ക് ഫുള്ള് പുറത്ത് നെഗറ്റീവാണ്. അപ്പോൾ ഇനി റേന വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ പോലും കയറ്റത്തില്ല, അതിൻ്റെ ബോയ് ഫ്രണ്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് കണ്ടറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിനെ പേടിപ്പിക്കുന്നു. അപ്പോൾ റേനയ്ക്ക് ഭയങ്കരമായിട്ട് അത് ഫീലായി. അപ്പോൾ ആലിമിനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റേന ഭയങ്കര കരയുന്നുണ്ട്. അപ്പോൾ മസ്താനി എന്നിട്ട് മറ്റേ ഈ പുതപ്പിനടിയിൽ റേന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റേനയെ അവരൊന്ന് പറയുന്നുണ്ട്.
വീട്ടിൽ കയറ്റുമോ ഇല്ലയോ എന്ന് കണ്ടറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി പറയുന്നുണ്ട്. പക്ഷേ വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണ് മസ്താനി കളിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മൾ കണ്ടായിരുന്നു, നമ്മുടെ രേണുസുധീനെയാണ് വെറുതെ പോയിക്കൊണ്ടിരിക്കുന്ന ആ പുള്ളിക്കാരനെ പോയി ചോറിഞ്ഞ് ആവശ്യമില്ല. അത് പേഴ്സണൽ കാര്യങ്ങളെടുത്ത് നമ്മളിപ്പം ഗെയിമിൻ്റെ പരമായിട്ട് പറയുവാണെങ്കിൽ ഓക്കെ, നിങ്ങളത് ഗെയിമിൽ അത് ചെയ്തു ഇല്ലയോ, പക്ഷേ അത് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് മസ്താനിയുടെ ഒരു ഗെയിം ഒരു വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണ് അത്. ഇപ്പോൾ റെനയുടെ കേസിൽ അങ്ങനെയാണ്. റെന വീട്ടിലുള്ള ആൾക്കാരെ വെച്ചിട്ട് അത് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കൊച്ചു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് റെന എന്ന് വെച്ചാൽ അത് കൊച്ചു കുട്ടിയാണ്. അപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ പ്രീവിയസ് സീസൺസിലൊക്കെ പുറത്ത് എങ്ങനെയായിരിക്കും ഈ സംഭവങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്, എങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ പലരുടെയും ജീവിതം തകർന്നതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് റെന ഭയങ്കര കരച്ചിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷാനവാസും റെനയും ജിസയിലും കൂടി ഇരിക്കും. അപ്പം അവരാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഷാനവാസ് ദേഷ്യപ്പെട്ടതിനെ പറ്റിയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് റെനയുടെ അടുത്തും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ റെനയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഗ്യാസിൻ്റെ സൈഡ് ക്ലീൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി മറന്നുപോയി. അപ്പോൾ ഷാനവാസിനോട് റെന പറയുന്നുണ്ട്, ഞാൻ മറന്നുപോയതാ ചേട്ടൻ ഇക്ക, ഞാൻ അത് ഇപ്പം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പം ലക്ഷ്മിയോടുള്ള ദേഷ്യം ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ റെനയുടെ അടുത്ത് അങ്ങ് തീർക്കുന്നുണ്ട്. അപ്പം റെന പറയുന്നുണ്ട്, ഇക്കയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഭയങ്കര ആൻസൈറ്റി ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഷാനവാസിക്ക്. അപ്പോൾ അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ജിസയിലും ഉണ്ട്. അപ്പോൾ അവർ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഷാനവാസ് കരയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ ഷാനവാസ് രാവിലെയാണ് റെനയ്ക്കെതിരെ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ മറ്റേ രാവിലെ പണിപ്പുരയിലാണെങ്കിൽ ബോംബ് കിട്ടിയാലുണ്ടല്ലോ, അയാൾക്കുള്ള മീൻസ് ബോംബ് കിട്ടിയതിൻ്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. അതായത് നമ്മുടെ വൈൽഡ് കാർഡ്സ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. ഈ സീസൺ മുഴുവൻ അയാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അക്ബറിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഡിസ്കഷനെ പറ്റിയൊന്നും നമുക്ക് മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അക്ബറിനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അക്ബർ ഓക്കെ, പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഗെയിമാണ്, പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തോളൂ. അത് അക്സെപ്റ്റ് ചെയ്യും. അതിനകത്ത് വേറെ സംസാരങ്ങളൊന്നും സംസാരിക്കാൻ പോയില്ല. അപ്പാനിയും പിന്നെ അത് കാണിക്കുന്ന അപ്പാനിയും ബിന്നിയും അക്ബറും എല്ലാം കഴിഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ചീത്ത വർത്തമാനം പറഞ്ഞായിരുന്നല്ലോ അപ്പാനി. അപ്പോൾ അതിനെപ്പറ്റിയാണ് അപ്പാനി പറയുന്നത്. ഞാനാണെങ്കിലും മാപ്പ് പറഞ്ഞു, എല്ലാവരും മുമ്പിൽ വെച്ച് മാപ്പ് പറഞ്ഞു. പിന്നെ ഞാൻ പോയും പറഞ്ഞപ്പോൾ എനിക്കത് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി പറയുന്നുണ്ട്. പിന്നെ അക്ബറും അപ്പാനിയും ജിഷിനും കൂടെ സംസാരിക്കുകയാണ്. അപ്പാനി പറയുന്നുണ്ട്, ഞങ്ങൾ ഗ്യാങ്ങായിട്ടിരിക്കും, പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഗെയിം വരുമ്പോൾ ഞങ്ങൾ ഗെയിം സെപ്പറേറ്റ് ആയിട്ട് കളിക്കും, നീ അതിനകത്തിൽ ഇടപെടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനുവും അരുണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വിളിക്കുന്നുണ്ട്. പുതപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് പുതപ്പിൻ്റെ കാര്യം എന്തെങ്കിലും പറയുന്നില്ല. അതിന് പോടാ അലോലാതി എന്നൊക്കെ പറഞ്ഞിട്ട് അനുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബറും ജിഷിനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അക്ബർ പറയുന്നു ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ മസ്താനി അനുവും കൂടെ സംസാരിക്കുന്നുണ്ട്. അനു പറയുന്നുണ്ടെങ്കിൽ മറ്റേ എന്താ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ വാര്യരും കഴിഞ്ഞ ദിവസം അനു ആണെന്നുണ്ടെങ്കിൽ മറ്റേ പൗച്ച് തപ്പി നടന്നില്ലേ, അപ്പോൾ അന്നേരമാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് എന്തോ ചെയ്തു എന്നാണ് അനുവിൻ്റെ അലിഗേഷൻ. ഇതാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി വന്നിട്ട് ഇങ്ങനൊരു ചെറിയ ബോംബ്, അതായത് പുറത്ത് ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് പോയുള്ള രീതിയിൽ എന്തോ ഒരു ബോംബ് പൊട്ടിച്ചു. അപ്പം അനുവിന് മനസ്സിലായി, ഇത് നെഗറ്റീവായി പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൽ പിടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കണ്ടന്റ് കിട്ടുമല്ലോ. അപ്പോൾ അനു അത് നൈസായിട്ട് അതെടുത്ത് ഇട്ടു. അപ്പം അത് അന്നേരമാണെന്നുണ്ടെങ്കിൽ അക്ബറും ജിഷിനും കൂടെ ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതായത് കൊന്നു എന്ന് ഒരാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ കൊന്നല്ലോ. അപ്പം അത് മൾട്ടിപ്പിൾ ആൾക്കാർ പറഞ്ഞു കഴിയുമ്പോൾ അത് കൊന്നെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുക. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടു നാനും പറയുന്നുണ്ട്, പക്ഷേ വേറെ ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു വേറെ രീതി പോകും എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. അപ്പം നെവിൻ അനുവിനോട് പറഞ്ഞു, എന്താണ് നീ കണ്ടത്? എന്നിട്ട് ലിവിങ് റൂമിൽ എല്ലാവരെയും അവിടെ വിളിച്ച് ഇരുത്തുന്നു. എന്നിട്ട് അനുവിനോട് പറയുന്നു, എന്താ കണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ എന്താ കണ്ടതെന്ന് പറഞ്ഞു, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അനു ആണെന്നുണ്ടെങ്കിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു, അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ഞാൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കി അവർ ചെയ്യുന്ന കണ്ടു. എന്നിട്ട് പുതപ്പിനുള്ളിലേക്ക് അപ്പോൾ എന്താ കണ്ടേന്ന് ചെയ്യുമ്പോൾ ഒരു കിസ് ചെയ്യുന്ന കണ്ടെന്നാണ്. അതായത് ഒന്നാമത്തെ ദിവസം കണ്ടു, രണ്ടാമത്തെ ദിവസം കണ്ടു എന്നൊക്കെയാണ് അനു പറയുന്നത്. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ജിസയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നു, ഞാൻ കിസ് ചെയ്യുന്ന കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അനു ആണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇതിപ്പം മറ്റേ ആര്യനാണെങ്കിൽ അനുവിൻ്റെ അമ്മ എങ്ങോട്ട് വിളിച്ചു
ചീത്ത വിളിച്ചു, അമ്മയുടെ ഇത് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണെന്നുള്ള രീതിയിലാണ് ഇവർ വരുത്തി തീർക്കുന്നത്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു ഇന്നിപ്പോൾ പെട്ടെന്ന് ഉള്ള ദേഷ്യത്തിൽ പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞായിരുന്നു, അതായത് തലേദിവസം ഇന്നലത്തെ എപ്പിസോഡിൽ അത് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ ഇങ്ങനെ. അതായത് മസ്താനി വന്ന് പറഞ്ഞിട്ടപ്പോൾ അവർക്കൊരു അനുവിനൊരു ഹിന്റ് കിട്ടി. അപ്പോൾ എന്നെ പറ്റിയൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനു. പിന്നെ അപ്പം ജിസേലും ആര്യനും ഭയങ്കരമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറഞ്ഞു ഇത് ശരിയല്ല, ഇവൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട് വിട്ടാൻ പോകാൻ തയ്യാറാണ്, നീ ആണെങ്കിൽ അനുവിനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ലെന്നുണ്ടെങ്കിൽ നീ വീട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. അനു അത് ഡിസ്ട്രാക്ട് ചെയ്ത് നൈസായിട്ട് അവിടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് വലിയൊരു സംഭവം നടക്കുന്നത്, ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ലൈവിലാണെന്നുണ്ടെങ്കിൽ ജിഷിനും ഡെമോൺസ്ട്രേറ്റ് വളരെ വൾഗറായിട്ട് രീതിയിൽ ജിഷിനും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് കണ്ടില്ല. പക്ഷേ ഇതിനകത്തിലെ എപ്പിസോഡിൽ അനുവും മസ്താനിയും കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദിലെയാണ് പുതപ്പ് കൊണ്ടു കൊടുക്കുന്നത്. പുതപ്പിനടിയിൽ എന്താ കാണിച്ചതെന്നുള്ളൂ. എൻ്റെ പൊന്നെ, നമുക്കാണെങ്കിൽ ശരിക്കുവാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഒരുമാതിരി അറപ്പ് തോന്നും അനുവിൻ്റെയൊക്കെ ഒരു പ്രകടനം കാണുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി ഭയങ്കര മോശമാണ്, അനുവും വളരെ 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 മോശമാണ്. ഭയങ്കര സദാചാര. ഈവൻ അവർ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ കിസ് ചെയ്തോട്ടെ, അവരുടെ കൺസെൻറ്റ് കിസ് ചെയ്തത്. അതിൽ ഞാൻ അങ്ങനെ ഒളിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും പ്രത്യേക ഏർപ്പാടല്ലേ. അപ്പം അതൊന്നും അവർക്ക് പ്രശ്നമില്ല, പുള്ളിക്കാർക്ക് പ്രശ്നമില്ല. പക്ഷേ അവർ കിസ് ചെയ്തു എന്ന് അവൾ കണ്ടു. എന്നിട്ട് പ്രത്യേകം പറയുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, അതായത് അവിടെയുള്ള ക്യാമറകളൊന്നും ഒപ്പിയെടുത്തില്ല, ക്യാമറയൊന്നും ആ സൈഡിലോട്ട് തിരിഞ്ഞിട്ടേ ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതെനിക്ക് എന്ത് പറച്ചിലാണ് പറയുന്നത്, അതായത് അത്രയും ക്യാമറകൾ അവിടെ ഇരിക്കും. അപ്പോൾ അനുവാണ് ഓരോ സംഭവം ചെയ്യുമ്പോഴും അപ്പുറത്തെ ക്യാമറ അത് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് അനു അവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഡെമോ ചെയ്യാൻ പോയപ്പോഴത്തേന് അക്ബർ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതായത് അക്ബറിന് ഒരു മനോഹരമായിട്ട് വെച്ചാൽ അക്ബർ എന്തൊക്കെ ക്രിക്കറ്റ് പണികൾ കാണിച്ചാലും എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അക്ബർ. സോ അക്ബറിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഗെയിമായിട്ട് എടുക്കും. അതിനകത്തിലാണെന്നുണ്ടെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് ബുള്ളിയൊക്കെ ചെയ്യും. അത് ഒരു മോശം പരിപാടിയാണ്. പക്ഷേ എന്നാലും ആ ഒരു നമുക്കൊരു ദേഷ്യമുള്ളത് പിന്നെ വ്യക്തിവൈരാഗ്യമായിട്ടൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരുടെ അടുത്തും ചൊറിയൊക്കെ ചെയ്യും. പക്ഷേ പിന്നെ പുള്ളി അത് ഗെയിമായിട്ട് തന്നെ വിട്ടുകളെ. പക്ഷേ ഷാനവാസൊക്കെ ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ ഷാനവാസൊക്കെ ശരിക്കും വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അനുവാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ആൾക്കാർ വ്യക്തിവൈരാഗ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം വെക്കാത്ത വേറൊരാളെന്ന് പറഞ്ഞാൽ അനീഷാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അക്ബർ ഈ സംഭവം ഡെമോ കാണുമ്പോഴേ പുള്ളിയുടെ മാന്യത എന്ന് പറയാം, പുള്ളിയാണെങ്കിൽ സംഭവം എടുത്ത് എന്ത് പറയുന്നത് അവിടെ നിർത്തി വെച്ചിട്ട് പുള്ളി അവിടുന്ന് എഴുന്നേറ്റ് പോയി, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിസേലും ഹൊനിയിലും ഷാനവാസും. അപ്പം അന്നേരം സംസാരിക്കുന്നുണ്ട്. അപ്പം നീ കിസിനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ ഷാനവാസ് കുറച്ച് അമ്മാവൻ്റെതാണല്ലോ, അപ്പം നീ കളിക്കാൻ വേണ്ടി ചെയ്തതാണല്ലോ, ഓഡിയൻസ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് കാണും. അന്നേരം ഒനിയിൽ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഇത് റിഗ്രസീവായിട്ടുള്ള ചിന്താഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒനിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയുന്നതിനൊരു കുഴപ്പമില്ല, അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറും അനുവും ബിന്നിയും പറയുന്നുണ്ട്, അവർ സാബുമാനും ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം ഇവർ അത് ചെയ്ത ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള ഇതിൽ അക്ബർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജിസയിലും എനിക്ക് വേറെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല, അവർ നല്ല ഫ്രണ്ട്സാണ്. അത് മാത്രമല്ല അന്നേരം അനുവടില്ല, ബിന്നിയും സാബുമാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനുമോൾ എന്തിനാ ഈ ജനങ്ങളുടെ നട്ടുപേരാവകാശം എടുത്തുകൊണ്ട് വരുന്നത്, അതുപോലെ ജിഷിനും മസ്താനിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തതിനെതിരെ അക്ബർ അത് പറയുന്നുണ്ട്. പിന്നെ നൂറ ആദിലെയും ശൈത്യങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇനി ആരുടെ കൂടെ നിൽക്കണം, ശരിയാണോ, അവൾക്ക് നെഗറ്റീവായി വരുമെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ ആദില പറയുന്നുണ്ട്. പക്ഷെ അവർ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് അവിടെ എടുക്കുന്നില്ല. ഈവൻ ശൈത്യം മറ്റതിൽ ഒന്ന് അനുവിനെതിരെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ പറഞ്ഞു എന്നുണ്ടെങ്കിലും ബാക്കി ഇവർ രണ്ടുപേരും നൂറയും ആദിലയും എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതെടുത്തേന്ന് അറിയത്തില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യനായിട്ടിരുന്ന് കരയുന്നൊക്കെ ഉണ്ട്, ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടെന്നുള്ള രീതി അവൻ കരയുന്നുണ്ട്. അപ്പോൾ പിന്നെ ജിസയിലും ഒനിയിലും കൂടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ തമാശയായിട്ട് അന്യനെ കളിയാക്കാൻ വേണ്ടിയൊക്കെ വരുന്ന കാണിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ വരുന്നത് ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഇവരോട് അസ്യൂം ചെയ്യുന്നത് ഒരു കാര്യം, അവൻ്റെ പ്രൂഫ് ഇല്ലാതെ അസ്യൂം ചെയ്തിട്ട് ഞാനിത് പറയുന്നു എന്ന് പറയുന്നത് വളരെ മോശമാണെന്നൊക്കെ രീതിയിൽ ഇവർ മൂന്നുപേരും കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യൻ അക്ബറും അപ്പം നിങ്ങളുടെ മറ്റേ വാഷ്റൂമിലോട്ടിരിക്കും. അപ്പോൾ ആരും പറയും എനിക്കങ്ങ് ഇടിക്കാൻ തോന്നുന്നുണ്ട്, ഗെയിമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് അക്ബറും അപ്പനും പറയുന്നത് നീ കൂളാവ്. അപ്പോൾ ആരും പറയുന്നത് എനിക്കിങ്ങനെ ഡ്രാമ കളിച്ച് കള്ളം പറയുന്നവരെ ഇഷ്ടമേ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൂറെ ആദിലയും ശൈത്യയും റെനയിലും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ജിസയിലും ഉണ്ട്.
അപ്പം ജിസേലിൻ്റെ സ്റ്റാൻഡ്, ജിസേൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡിയാണ്, നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാവർക്കും അവിടെ ഒരു റെസ്പെക്ട് പുള്ളിക്കാരി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ അനുവിൻ്റെ അടുത്ത് അനുവിൻ്റെ രീതിയിൽ തറയായിട്ട് നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ആൾക്കാരാണെന്ന് എനിക്ക് വേറെ രീതി പറയും. ഇതും പുള്ളിക്കാരി മിണ്ടാതിരുന്നു. എനിക്കൊന്നും ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ പുള്ളിക്കാരി നന്നായിട്ടത് പ്രസൻറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം എന്താ അനുവിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഉള്ള പോയിന്റിൽ അവിടെ ഇടും, അപ്പം അതിനുള്ള ഡിഫൻസീവ് സാധനം അനു എടുത്തുകൊണ്ട് വരും. പക്ഷേ ലാലേട്ടൻ്റെ മുന്നിൽ വന്നിട്ട് കൃത്യമായിട്ടൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലെ ഇതിനെ കണ്ടിക്കാൻ വേറെ ഒന്നും അനുവിൻ്റെ കൈ അന്നേരം കാണത്തില്ല. അപ്പോൾ ഇത് പുള്ളിക്കാരി എല്ലാം കാൽക്കുലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി പറയുന്നത് എന്താ, ഞാനാണെന്നുണ്ടെങ്കിൽ സിംഗിളാണ്, ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് കിസ് ചെയ്യുന്നതിന് കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിസ് ചെയ്തു, കിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ള ചങ്കുറ്റ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതായത് അനുമോള് ഈ ചീപ്പ് കളിക്ക് അനുസരിച്ച് പുള്ളിക്കാരി താല്പര്യമില്ല, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ റോങ് സ്റ്റോറിയൊക്കെ ആണെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് വന്നു, ഞാൻ ആരെയും കുറച്ച് കരഞ്ഞു, ദാറ്റ്സ് ഓക്കെ, ബട്ട് വി വിൽ ബി ഓക്കെ എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ആവശ്യമില്ലാത്തത്. ഇപ്പം ഇതിനകത്തിലെ എൻ്റെ ചോയ്സാണ്, എനിക്കിഷ്ടം, എനിക്ക് കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിസ് ചെയ്യുന്നുള്ള പറയാനുള്ളത് ധൈര്യമുണ്ട്, നമുക്കത് ഉറപ്പാണ്. പുള്ളിക്കാരി കിസ് ചെയ്തിട്ടുണ്ട്, അല്ല ആര്യനാണെങ്കിലും അതൊരു എൻ്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ ആര്യനും കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നെ അനുവും ആദിലെ നൂറും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവർ ഡ്രസ്സിനെ പറ്റി എന്തോ അനുമോൾ കമൻറ്റ് പറഞ്ഞില്ല, അതായത് ഇരുന്നിട്ട് വരുമ്പോൾ ഡ്രസ്സ് വലിച്ചിട്ടിനെ പറ്റി എന്തോ കമൻറ്റ് പറയുന്നു, ഡ്രസ്സിനെ പറ്റില്ല. അപ്പോൾ അതിൽ പറയുന്നത് അതിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നീയാണ് മസ്താനിയുടെ ഇതിൽ ഇതൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തത്, ഡ്രസ്സിനെ കുറിച്ചൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തതെന്ന് എനിക്കറിയാമെന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ അനുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അനു പറയും നീ ജിസേലിനെ ന്യായീകരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില നൂറ് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനുമോളുടെ ഡ്രാമയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇവിടെ. എന്നിട്ട് ഇവർ പിന്നെ അനുവിനോട് പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് പറയാനല്ലേ നിനക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അനു മസ്താനിങ്ങൾ കണ്ടു. അപ്പോൾ അനു മസ്താനിങ്ങൾ പറഞ്ഞിട്ട് അനു ആണെന്നുണ്ടെങ്കിൽ മസ്താനി നൈസായിട്ട് അനുവിൻ്റെ ടീമിൽ, അതായത് പുറത്ത് പുള്ളിക്കാരിക്കാണല്ലോ സപ്പോർട്ട്, അനുവിന് ഇവിടെ മസ്താനി കയറുന്ന സമയത്ത് അനുവിനാണല്ലോ സപ്പോർട്ട്. അപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കൂടുതൽ വോട്ട് കിട്ടുമെന്നെന്തോ പ്രതീക്ഷയാണ് ഇത് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ അപ്പോൾ ഇവരാണെങ്കിൽ ഷൈത്തയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മസ്താന് പറയുന്നുണ്ട് ഷൈത്ത ഇങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മാറി കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം പക്ഷേ മസ്താന് പറയുന്നുണ്ട് അത് 2 ദിവസമൊന്നും അല്ല, ലാലേട്ടൻ്റെ പണ്ട് മറ്റേ എപ്പിസോഡിൻ്റെ പിറ്റേ ദിവസം മുതൽ പുള്ളിക്കാരി ബാക്ക് സ്റ്റാബ് ചെയ്തത് പുറത്തേക്ക് വെച്ച് പുള്ളിക്കാരി കണ്ട കാര്യങ്ങൾ, TV കണ്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനെല്ലാവരും, അപ്പോൾ അനു നമ്മുടെ മറ്റേ ടോണ്, ഞാൻ എല്ലാവരെയും വിശ്വസിക്കുന്നത്, എന്നെയാണെങ്കിലും എല്ലാവരും ചതിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കരച്ചിലിൻ്റെ ഒരു പക്കപ്പം മസ്താനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ, അപ്പാനി, ആര്യൻ, റെന, രേണു എല്ലാവരും കൂടെ, പിന്നെ പ്രവീൺ, ഇവരെല്ലാം കൂടെ ചേർന്ന് റെനയുടെ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വിഷ് ചെയ്യുന്നുണ്ട് അവിടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയാണ് എന്തോ സർപ്രൈസ് പുറത്ത് പുള്ളിക്കാരന് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബർത്ത്ഡേ വിഷസൊക്കെ അവരെല്ലാം പറയുന്നുണ്ട്. പിന്നെ ശൈത്യ, ആദില, നൂറ സംസാരിക്കണം. അപ്പോൾ ശൈത്യ പറയുന്നത് ഷൈത്യക്ക് തീരെ പറ്റുന്നില്ല, മസ്താനിയുടെ വന്നു കഴിഞ്ഞിട്ട് ഇത് വയലായിട്ട് ഇളക്കി വിടുന്നുണ്ടല്ലോ, അപ്പോൾ അനുവിൻ്റെ അടുത്ത് കിടക്കുന്നില്ല എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. ശൈത്യ എന്നിട്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജിസേലും ആര്യനും വീണ്ടും അത് തന്നെ സെയിം കട്ടിലത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അവരത് പ്രൂവ് ചെയ്യണം, ഞങ്ങൾക്ക് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകത്തിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അവർ സെയിം കട്ടിലിൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസും അനുമോളും പ്രവീണും അതിലെ നൂറ് എന്നിട്ട് ഈ അനുമോൾ ഇങ്ങനെ മുഖത്തടിച്ച് കരയുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്. ഷാനവാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുവിൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് കോർണറാണ്, ഞാൻ ഇവളുടെ കൂടെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിലൊക്കെ ചെയ്തിട്ട് അവിടെ ഇതുപോലൊക്കെ തന്നെയാണ്, അപ്പം അതുകൊണ്ടാണ് എനിക്ക് സോഫ്റ്റ് കോർണർ ഉള്ളതെന്ന് പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അനു, ഒനിയിലും അഭിലാഷും അവിടെ ഉണ്ട്. അപ്പോൾ അനു വന്നിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ആണെന്നുണ്ട് ആരും ഉപദ്രവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷാണോ ഒനിയിലാണോ പറയുന്നത്, നീയാണെങ്കിലും മറ്റേ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് ബാക്ക് ഫയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. ഇന്നൊരു വല്ലാത്തൊരു എപ്പിസോഡ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ ലൈവ് കണ്ട് തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്കൊരു ആൾക്കൂട്ട വിചാരണ, നമ്മൾ ഇത്രയും 2025 ആൾക്കാരുടെ മനസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ഗെയിമാണെന്നെങ്കിലും ഒരാളുടെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്നതിനെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ അവർ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിസ് ചെയ്തു, ഇതിനകത്ത് പിന്നെ ഞാൻ ഒളിഞ്ഞു നോക്കി എന്നെ കണ്ടപ്പോൾ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാനാണ് ഉറക്കം നടിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരിയാണെന്ന് എന്താ അനുവിൻ്റെ ഒരു ചീപ്പ് ഗെയിമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ഗെയിമാണ് അനു കളിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.